നെല്ലിക്ക വെച്ചൊരു അച്ചാർ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി നെല്ലിക്ക ഞാൻ നേരത്തെ ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പം വാടിയ ശേഷമാണ് ഉപ്പിലിട്ട്, അതുകൊണ്ടാണ് ഈ ഒരു കളറായിട്ടിരിക്കുന്നത്. അപ്പം നെല്ലിക്ക നല്ല തിളച്ച വെള്ളത്തിനകത്തോട്ട് തിളച്ച വെള്ളം തിളപ്പിച്ചിട്ട് അത് നാറിയ ശേഷം അതിൻ്റെ ഉപ്പും കാന്താരിയും കൂടി ഇട്ട് ഞാൻ 1 മാസത്തോളം വെച്ചിരുന്ന നെല്ലിക്കയാണിത് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം ഇതിന് വേണ്ടി നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി എടുക്കുക, അല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ. അതായത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അത് ഒരു പാനിലോട്ട് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുക് ഇട്ട് കൊടുക്കുക, കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇടിച്ച് വെച്ചേക്കുന്ന അതൊന്ന് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഈ അരപ്പും കൂടി ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ, ഒത്തിരി പച്ചമുളകിന് എരിവില്ലാത്തതുകൊണ്ട് 1 ടീസ്പൂൺ ഇടിച്ച മുളകും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ചമുളക് ഒന്ന് മാറിയ ശേഷം ഇതിനകത്തോട്ട് നമുക്ക് പൊടി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉലുവാപ്പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വിനാഗിരി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിനകത്തോട്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. ഒരു 3 ടേബിൾ സ്പൂൺ കാണും. ഈ അരപ്പെല്ലാം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ വെള്ളം ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സായ ശേഷം നമ്മൾ അതിനകത്തെ കുരുവെല്ലാം മാറ്റി വെച്ചേക്കുന്ന നെല്ലിക്ക ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം നെല്ലിക്കയ്ക്കെല്ലാം നല്ലതായിട്ട് ഉപ്പ് പിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അരപ്പിന് വേണ്ടി മാത്രം ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് നെല്ലിക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഒരു ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഒന്ന് വെന്ത് വരും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പെല്ലാം പിടിച്ച് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നെല്ലിക്ക നമ്മൾ ഒരു കഷ്ണം തിന്ന് നോക്കിയ ശേഷം പിന്നെയും നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു തരത്തിലുള്ള ഉപ്പിട്ട് വെച്ചേക്കുന്നുണ്ട് കേട്ടോ. അത്രയും നല്ലതായിട്ട് ടേസ്റ്റ് വരുന്നത്. ഉപ്പെല്ലാം പിടിച്ചേക്കുമല്ലേ,